പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ പേര് കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനമെന്നാണ്. ഉടമ്പടിയിൽ ദൈവവുമായി ജീവിത വിശുദ്ധിക്കും ശക്തിക്കും വേണ്ടി ദൈവവുമായി ഒരു കരാറ് എടുത്തവരെ പാലിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ചും അതുവഴി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ശക്തിയെക്കുറിച്ചുമുള്ള സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ ധ്യാനത്തിൽ കേൾക്കുന്നത്. ഓരോ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും എൻ്റെ കണ്ണ് ചില സമയത്ത് അറിയാതെ നനഞ്ഞു പോകും. സാക്ഷ്യത്തിൻ്റെ വിശേഷത്തെക്കാൾ ഉപരി അമ്മ ഈജിപ്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇപ്പം നടക്കണതെന്ന് ഓർക്കുമ്പോഴാണ്. എൻ്റെ ജീവിതത്തിൽ 2 മരിയൻ അനുഭവങ്ങളാണ് ക്യാപിറ്റൽ എക്സ്പീരിയൻസ് എന്ന് പറയാവുന്നതുള്ളത്. ഒത്തിരിയേറെ മൈനർ എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ടാവും, പക്ഷേ മേജറായിട്ട് 2 എക്സ്പീരിയൻസാണ്. അതിലൊരു എക്സ്പീരിയൻസ്, മേജർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ മേജർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം റെക്കർ ചെയ്യുന്ന മൈനർ എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ട്. പലപ്പോഴും ഈ ഉടമ്പടി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അവർ വലിയ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആന്തരികമായ ഒരു ആഗ്രഹം എന്ന് പറയണത്, നിങ്ങൾ ദൈവത്തെ കാണാൻ വേണ്ടി ഉടമ്പടി ചെയ്യണം. ഇപ്പം നിങ്ങൾ ജോലി ചെയ്യണം. ഇപ്പം തന്നെ ബാംഗ്ലൂരത്തെ ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ. അപ്പം ആ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രയാസം വന്നപ്പോൾ അവിടുത്തെ അച്ഛനാണ് ചേച്ചിയോട് ഗൈഡ് ചെയ്തത്. ഇപ്പോഴൊത്തിരി അച്ഛന്മാർ ഉടമ്പടി ചെയ്യാൻ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് തന്നെ പല കോൺഗ്രിഗേഷനിൽ നിന്നും കൂട്ടമായിട്ട് വന്ന് ഉടമ്പടി ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാം കിട്ടിയിരിക്കുന്ന അച്ചിട്ട അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്, നിഷേധിക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. അപ്പോൾ 2-3 വർഷമായിട്ട് വിറ്റുമാറാത്ത സ്ഥലം. ഉടമ്പടി ചെയ്തപ്പോൾ ചേച്ചി എന്നാ പറഞ്ഞത്, ഒറ്റ ആഴ്ച കൊണ്ടത് വിറ്റുമാറി. അതിനായിരുന്നു അവിടെ ആ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും മർമ്മം അതാണ്. ശരിക്കും ചേച്ചിക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള കാരണം വേറെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ പൊതിഞ്ഞ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ മർമ്മം എന്ന് പറയുന്നത്, ഉടമ്പടി മർമ്മം എന്താ? സമയമാണ് ഉടമ്പടി മർമ്മം. കാര്യം ഉടമ്പടി ചെയ്തിരുന്ന കാലങ്ങളിൽ ഉടമ്പടിക്ക് 2 കാലമുണ്ട്. ഒന്ന് അതിൻ്റെ ഓറൽ ട്രഡീഷൻസ്, വാചിക പാരമ്പര്യ കാലം. വാക്കുകൊണ്ട് ദൈവം ആദ്യം ഉടമ്പടി എഴുതി കൊടുത്തില്ലായിരുന്നല്ലോ അല്ലേ? ആദ്യം ദൈവം എന്താ പറഞ്ഞത്? വാക്കാൽ പാട്ടമെന്നോ പറയത്തില്ലേ? വാക്കാൽ പാട്ടത്തിന് നിയമസാധ്യതയുണ്ട്. രജിസ്റ്റർ കച്ചേരി ചെല്ലുമ്പോൾ മനസ്സിലാകും. ചില കേസൊക്കെ ജയിക്കാൻ കാര്യം അപ്പൂപ്പന്മാരുടെ വാക്കാൽ പാട്ടമാണ്. അതിൻ്റെ പ്രൂഫായിട്ടുള്ള എന്തെങ്കിലും സബോർഡിനേറ്റ് രേഖകൾ കണ്ട കോടതി അംഗീകരിക്കും. ഇതുപോലെ ഉടമ്പടി ആദ്യം വാക്കാൽ ഉടമ്പടിയായിരുന്നു. എബ്രാഹത്തിനോടൊക്കെ ദൈവം പറഞ്ഞ എന്നാ? വാക്കാലാണ് പറയണത് അല്ലേ? ഞാൻ നിനക്ക് നിൻ്റെ സന്തതിക്കും ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് അവകാശമായി വരും. അപ്പോൾ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേമാണ് അവകാശം. ഉടമ്പടി നമ്മളെ അനുഗ്രഹിക്കുക മാത്രമല്ല ചെയ്യണത്, ഉടമ്പടി നമ്മളെ അവകാശികളാക്കും. കൈ അടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. അനുഗ്രഹവും അവകാശവും തമ്മിലുള്ള പ്രശ്നം എന്താ? അവകാശമായി കഴിഞ്ഞാൽ പിന്നെ അത് നെടുനാൾ കിട്ടും, നിലനിൽക്കും. ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ
ഉടമ്പടി തെറ്റിച്ചപ്പോഴല്ലേ ആ ജോലി പോയത്, അല്ലേ? അത് ആ സാക്ഷ്യം പറയാൻ ഞാൻ അനുവദിച്ചതിൻ്റെ കാരണം, ചില ആൾക്കാരെങ്കിലും സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ ഉടമ്പടി ഉഴപ്പണുണ്ട്. 6 കാര്യങ്ങളിൽ ചിലപ്പോൾ സമയത്ത് അവർ കുമ്പസാരം താമസിപ്പിക്കും. കത്തോലിക്കരാണെങ്കിൽ ചിലർ വചന വായന താമസിപ്പിക്കും. ദൈവം കാലതാമസം വരുത്തിയില്ല, പക്ഷെ നമ്മളായിട്ട് കാലതാമസം വരുത്തരുത്. എന്താ കാര്യം എന്നറിയാവോ? നമ്മൾ 2 മാസം കഴിയുമ്പോൾ ഉടമ്പടി ഉഴപ്പ് വന്ന് നീ ഉടമ്പടി വെക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് അറിയാം, ഇല്ലേ? നീ ഉഴപ്പിന് കൈകാലം വെച്ച പാർട്ടിയാണ്. ഇപ്പോൾ കാണിക്കുന്ന ആരംഭശൂരത്വം കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ ഉടമ്പടി ഉഴപ്പാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ ഉടമ്പടി ലാഗ് ചെയ്യണത്. ഉടമ്പടി ധ്യാനത്തിലെ ഉടമ്പടിയുടെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്, അല്ല വേറെ വല്ലതൊക്കെ പറഞ്ഞിട്ടൊരു കഥയുമില്ല. അപ്പം നമ്മൾ ഒരു തീരുമാനം എടുക്കണം. ദൈവ തിരുസന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി അന്ത്യം വരെ ഒരേ സ്പിരിറ്റിൽ നിൽക്കുമെന്ന് ഒന്ന് പറഞ്ഞ്, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി ഞാൻ ചെയ്ത ഉടമ്പടി ആദ്യാവസാനം ഒരേ വിശ്വാസത്തിലും ഒരേ പ്രത്യാശയിലും നിലനിർത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. അപ്പോൾ ഒറ്റ ആഴ്ച കൊണ്ടാണ് ഈ 3 കൊല്ലമായിട്ട് വിൽക്കാത്ത സ്ഥലം വിറ്റുമാറണത്. കാരണം എന്താണ്? ഉടമ്പടി സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതാണ്. വീണ്ടും വരുന്നൊരു വിഷയം, ഈ വാചിക ഉടമ്പടി ആദ്യം ചെയ്ത ആരോടാണ്? നോഹിനോടാണ് ചെയ്തത്. നോഹായുടെ പെട്ടകമൊക്കെ ഉണ്ടാക്കിയില്ലേ, നോഹിനോടാണ് ദൈവം വാക്കാൽ ഉടമ്പടി ചെയ്തത്. വലിയ പ്രളയത്തിൽ നിന്നാണ് ഏറ്റവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയം വരുമ്പോഴാണ് ദൈവം, ഇപ്പോൾ ഈശോ ഇന്നലത്തെ സുവിശേഷത്തിൽ എന്താ പറയണത്? ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇവറ്റകൾ പുറത്ത് പോകത്തില്ല എന്നാണ്, ഇല്ലേ? ഒരു എപ്പിലെപ്സി പേഷ്യൻറ്റിനെ കൈകാര്യം ചെയ്തപ്പോഴാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. അവൻ്റെ വായിൽ നിന്ന് നൊരയും പതയൊക്കെ പുറത്തേക്ക് ചാടി. ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴേ ശിഷ്യന്മാർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈശോ പറഞ്ഞ, വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഈശോ അവനെ സുഖപ്പെടുത്തി. അപ്പോൾ ബാധ അവനെ ഒഴിഞ്ഞുപോയി. അപ്പോൾ അത് ഒരേ സമയം തന്നെ ബാധയും ഉണ്ടാകാം, ചില സമയത്ത് തന്നെ എപ്പിലെപ്സി പേഷ്യൻറ്റും ആകാം. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിനെ ഒഴിപ്പിക്കാൻ കഴിയാതെ വന്നത്? അപ്പോഴീശോ പറഞ്ഞു, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ ജാതികൾ പുറത്ത് പോകത്തില്ല. അപ്പം പല ജാതി ഉണ്ടെന്നർത്ഥം, അല്ലേ? ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ ജാതികൾ പുറത്ത് പോകത്തില്ല എന്ന് പറയും. അതിനർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിൽ പല ജാതി പ്രശ്നങ്ങളുണ്ട്. എല്ലാ ജാതിക്കും ഉപവാസം മതി, പ്രാർത്ഥന മതി, നൊവേന മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഓരോ ജാതിക്കും ഓരോ മരുന്നാണ് കൊടുക്കുന്നത്. മനസ്സിലായില്ല? അങ്ങനെയാണ് ഉടമ്പടി വരണത്. എന്തുകൊണ്ട് ഉടമ്പടി വരുന്നുവെന്ന് നിങ്ങളറിയണം. ഇപ്പോൾ ഒരു ചേട്ടായി വന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ അമ്മയെ ആദ്യം കാണുകയാണ്, അമ്മ പൊളിയാണെന്നൊക്കെ പറഞ്ഞില്ലേ? അത് നല്ല ലാംഗ്വേജ്, അവരുടെ ലോക്കൽ ലാംഗ്വേജ്. പക്ഷെ അത് ശരിക്കും ആ സാക്ഷ്യം നന്നായിട്ട് വന്നിട്ടുണ്ടായി. അവതരിപ്പിച്ച രീതി, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം അത് ആഴമായ ബോധ്യത്തിൽ ആ വിഷയം പറഞ്ഞിരിക്കണേ. കാര്യം അദ്ദേഹം അത്രയും വിഷമിച്ചിട്ടുണ്ട്, അല്ലേ? ദ്രവിച്ച കാലിൻ്റെ അകത്ത് പിന്നെയും എന്തോ ഇരുമ്പ് വീണ് ഞരമ്പ് ചതഞ്ഞു. ഞാൻ ആ സാക്ഷ്യം ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല, കാര്യം അത് പത്രവുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷ്യമാണ്, ഇല്ലേ? പത്രവുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷ്യമാണ്. പിതാവ് പറഞ്ഞിട്ടുണ്ട്, പത്രത്തിൻ്റെ സാക്ഷ്യം ഒത്തിരിയേറെ ഇങ്ങനെ പൊലിപ്പിച്ച് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ആ വിഷയം വിടുകയാണ്. പക്ഷേ അമ്മ ആ വിഷയം വിട്ടിട്ടില്ലെന്ന് തോന്നണം, സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നണം. എനിവേ, അത് സഭയ്ക്ക് കൂടുതൽ ബോധ്യങ്ങൾ കിട്ടേണ്ട ഒരു സബ്ജക്റ്റാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ മോസസിന്, എബ്രാഹത്തിനും അതുപോലെ തന്നെ നോഹിനും ദൈവം ഉടമ്പടി കൊടുത്തു.
മോസസിൻ്റെ കാലം വന്നപ്പോൾ ദൈവം അത് എഴുതി കൊടുത്ത്. ഉടമ്പടിയുടെ കാലം ഒന്ന് വാചിക, ഒന്ന് ഓറൽ ട്രഡീഷനായിരുന്നു ആദ്യം. നോഹിനും എബ്രാഹത്തിനും പറഞ്ഞാൽ കൊടുത്തത്, വാക്കാൽ പറഞ്ഞതാ. കാര്യം അവിടെ അസൈൻമെൻറ്റ് ചെറുതായിരുന്നു. കാര്യം വാഗ്ദാന നാട്ടിൽ അതിലില്ല. ദൈവം ഒരു സ്ഥലം അവർക്ക് വേണ്ടി ചൂണ്ടിക്കാണിച്ചു, സത്യദൈവത്തെ ആരാധിക്കാൻ. എബ്രാഹത്തിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു, ദൈവം കുഞ്ഞിനെയും കൊടുത്തു. അത് അത്രയും മാത്രമേ അതിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ലക്ഷ്യങ്ങൾ അത്രയും ഗ്രാവിറ്റി ഉള്ളതല്ലായിരുന്നു. ഒരു സ്ഥലവും ഒരു കൊച്ചുമായിരുന്നു അതിൻ്റെ അകത്തുള്ളത്. പിന്നെ സന്തതി പരമ്പരകൾക്ക് ആ സ്ഥലം അവകാശപ്പെടുത്തുകയും. പക്ഷെ മോസസിൻ്റെ കാലം വന്നപ്പോൾ നേടിയെടുക്കാനുള്ള വിഷയം കുറച്ചുകൂടി ഗൗരവമായി. എന്നാ കാര്യം? എബ്രാഹവും മകനും എബ്രാഹിം മാത്രമല്ലേ ഉള്ളത്, 6 ലക്ഷം മനുഷ്യരായി. എബ്രാഹിം സന്തതി ജനങ്ങളെ പെരുകി 6 ലക്ഷമായി. 6 ലക്ഷമായിട്ട് ഇവർക്ക് കടക്കേണ്ടി വരുന്ന അസൈൻമെൻറ്റുകൾ, നേടേണ്ട ലക്ഷ്യങ്ങൾ മുമ്പത്തേക്കാൾ മനുഷ്യന് സാധിക്കാൻ പറ്റാത്ത വിഷയമായി. എന്തൊക്കെയാണ് വരേണ്ടത്? അവർക്ക് ജെറിക്കോ കോട്ട തകർക്കണം. അത് ഇവരെക്കാൾ 10 മടങ്ങ് പ്രബലന്മാരാണ്. അപ്പോൾ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. ജെറിക്കോയെ പ്രതിരോധിക്കാൻ സാധിക്കത്തില്ല. ഇനി ജെറിക്കോയെ പ്രതിരോധിച്ചവർ മുന്നോട്ട് പോയാൽ തന്നെയും ജബൂസ്യര്, ഫിലിസ്റ്റീൻസ്, കാനനേഴ്സ്, സാമരിറ്റൻസ്, അങ്ങനെ കുറേ കാട്ടുവർഗ്ഗങ്ങൾ അതുമായിട്ട് അടിക്കേണ്ടി വരും. ജോർദാൻ നീന്തേണ്ടി വരും. നീന്തണത് ഭയങ്കര ബലഹീനതയുള്ള പരിപാടിയാണ്. കാര്യം എന്താ? അവർക്ക് അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ ഇവരെ വെള്ളത്തിലിട്ട് വെട്ടിക്കൊല്ലാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. അപ്പം നടക്കാത്ത കാര്യമായതുകൊണ്ട് ഇവരൊരു തീരുമാനമെടുക്കും. എന്താ? നമുക്ക് തിരിച്ച് ഈജിപ്തിലോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ മോസസ് പറഞ്ഞത് ആത്മഹത്യാപരമാണ്. നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചിട്ട് വീണ്ടും പോയി അടിമത്തത്തിന് വീണ്ടും ചെന്ന് പട്ടാങ്ങി പറഞ്ഞ് കഞ്ഞിക്കുടിക്ക് വേണ്ടി നമ്മുടെ ആത്മാഭിമാനം വിൽക്കണത് ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. പറ്റത്തില്ല എന്ന് മോസസ് പറഞ്ഞു. എന്നാൽ പിന്നെ നീ ഞങ്ങളെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതും വലിയ കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുകയാണ്. ഇനി അപ്പുറത്ത് എത്തിയാൽ തന്നെ അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭാവി ആശങ്കാജനകവുമാണ്, പ്രത്യാശയില്ലാത്തതുമാണ്. അതേസമയം തന്നെ ഭൂതം ആത്മഹത്യാപരമാണ്. ഇതിങ്ങനെ നടുക്ക് നിന്ന് മെഴുക് നട്ടം തിരിയണ ഒരു സമയത്താണ് ദൈവം പറയണത്, പോംവഴിയുണ്ട്, ഐ വിൽ കം വിത്ത് യു ഇൻ പേഴ്സൺ എന്ന് പറയും. ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം. നിങ്ങളെ വലിയ സാക്ഷ്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഉടമ്പടിയുടെ ഏറ്റവും വലിയ സാക്ഷ്യം എന്താ? ദൈവത്തിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യമാണ്. അതറിഞ്ഞ് വേണം ഉടമ്പടിയിൽ. അതാണ് ഈ ഉടമ്പടിക്ക് കുറേ വിദ്യാഭ്യാസം വേണം. ശരിക്കും ഉടമ്പടിയുടേതായിട്ടുള്ള കുറേ വിദ്യാഭ്യാസങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളവർക്ക് ഇത് ക്യാൻസറുമാണെന്ന പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കും. അതില്ല. ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയണത്, വാഗ്ദാനമെന്ന് പറയണത്, ആത്യന്തിക വാഗ്ദാനം, അൾട്ടിമേറ്റ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടങ്ങളുണ്ട് ഇവിടെ. എന്താ കാര്യത്തിൽ ഒരു ദിവസം 600 പേരൊക്കെയാണ് ഉടമ്പടി ചെയ്യണത്. അവിടെ ഇവിടെ വന്ന മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളും എല്ലാം കൂടി വരുമ്പോൾ ഈ 15 കൗൺസിലേഴ്സും ഉണ്ട്. ഇവരെല്ലാം കൂട്ടം കൂട്ടിരിക്കുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയിൽ ഇത്രയും ആൾക്കാരെ വന്ന അതിൻ്റെ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധയോടുകൂടി ധ്യാനിച്ച് നമ്മളൊരു തീരുമാനം എടുക്കണം. ഉടമ്പടി ഒരു തീരുമാനമാണേ, അല്ലാതെ എഴുതിയിട്ട് ഇങ്ങനെ ഉപകാരസ്മരണ അതുപോലെ തന്നെ അപേക്ഷക്ക് അതുപോലെ പെട്ടിയിടണമല്ല. ദൈവവുമായിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റിൽ എത്തുകയാണ്. ഇന്ന പാപങ്ങൾ നമ്മൾ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനം എടുക്കുക. അപ്പോൾ ദൈവത്തിരുസന്നിധി വിശുദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുമ്പോഴേ ദൈവം നമ്മളെ ശക്തീകരിക്കുകയാണ്. പിന്നെ രാത്രിയും പകലും ഊണിനും ഉറക്കത്തിലും നമ്മൾ ആ ഉടമ്പടി ഓർമ്മയിലാണ് ജീവിക്കണത്, നമ്മൾ പ്രവർത്തിക്കണത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞില്ലേ, എന്താ അദ്ദേഹം പത്രം വാങ്ങിച്ച് ഈശോനെ അറിയിക്കാൻ വേണ്ടി ജില്ല വിട്ടു പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ അദ്ദേഹം ബൈപ്പേഴ്സിന് ഓരോ കുടുംബങ്ങളിൽ വിതരണം ചെയ്യുകയാണ്.
വിതരണം ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താണ്? കർത്താവേ, കർത്താവിനെ അറിയാത്തവരെല്ലാം കർത്താവിനെ അറിയാൻ ഇടയാക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഏകരക്ഷകനായ അങ്ങയെ അറിയാത്ത മക്കള് അറിഞ്ഞ് ആത്മരക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. പുറപ്പാട് 33:14. ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് പ്രോമിസാണ്, ആത്യന്തിക വാഗ്ദാനം. കർത്താവ് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇതാണ് പ്രോമിസ്. അതാണ് ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ മോള് പറഞ്ഞില്ലേ, INC-യുടെ അക്രഡിഷൻ വേണമെന്ന് ഹൈക്കോടതി വിധിച്ചില്ലേ. കഴിഞ്ഞ 3 കൊല്ലം മുമ്പായി ഈ വിഷയം ഉണ്ടായത്. ഒത്തിരി പേര് വന്ന് അകപ്പെട്ടു പോയൊരു കേസാണത്. 3 കൊല്ലം മുമ്പ് കർണാടകയിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും, എല്ലാ യൂണിവേഴ്സിറ്റി നഴ്സിംഗ് കോളേജിനെല്ലാം INC-യുടെ ഇൻ്റർനാഷണൽ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അക്രഡിഷൻ വേണമെന്ന് തീരുമാനമുണ്ടായി. അപ്പോൾ ഒത്തിരി പേര് പഠിത്തം നിർത്തി പോകുന്ന, അക്രഡിഷൻ ഇല്ലാഞ്ഞ കോളേജിൽ പഠിച്ചവരെല്ലാം പഠിത്തം നിർത്തി പോകുന്നതായിരുന്നു. അപ്പോൾ ചിലർ വന്ന് എന്നോട് ചോദിച്ചു, പ്രാർത്ഥനയ്ക്ക് വന്ന് വെച്ചും ചോദിച്ചു, വെച്ചാൽ ഞങ്ങൾ അക്രഡിഷൻ ഇല്ലാത്ത കോളേജിലാണ് പഠിക്കണത്, എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് പോരണോ തുടരണമെന്ന് ചോദിച്ചു. അതിനാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയണതേ. ഇപ്പോൾ കൗൺസിലിംഗ് വരുമ്പോൾ കർത്താവ് കറക്റ്റ് കാര്യം പറയും. ഇപ്പോൾ ഞാൻ അന്ന് മെസ്സേജ് എടുത്ത് എല്ലാവരോടും പറഞ്ഞു, മക്കൾ പോരരുത്, ഇത് തീരുമാനിക്കേണ്ടത് കർണാടക തന്നെയാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. എപ്പോഴായാലും വിധി നമുക്ക് അനുകൂലമാകും. പഠിത്തത്തിൽ എവിടെയാണ് നീ പഠിക്കണത് അവിടെ പഠിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇതാണ് ദൈവത്തിൻ്റെ കൂടെ കൂടിയുള്ളൊരു ഗുണവതാണ്. അപ്പോൾ പഠിച്ച് കുറേ പൈസ കൊടുത്ത് പഠിച്ചിട്ട് അക്രഡിഷൻ ഇല്ല എന്നും പറഞ്ഞ് ആ കോളേജ് ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാർക്ക് എന്തുമാത്രം കാശ് നഷ്ടപ്പെട്ടു, ഇയറും പോയില്ലേ. അവിടെ നിന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത്. അവിടെ നിന്നവർ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി തീരുമാനിച്ച്, അതാത് കർണാടകയുടെ യൂണിവേഴ്സിറ്റി തന്നെ തീരുമാനിച്ചാൽ മതിയെന്ന്, ഗവൺമെൻറ് തീരുമാനിച്ചാൽ മതിയെന്ന്. സുപ്രീം കോടതി വിധിയാണ് കേട്ടോ അത്. നേരത്തെ തീരുമാനിച്ച ഹൈക്കോടതിയായിരുന്നു, ഇപ്പോൾ സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. കർണാടക നേഴ്സിംഗ് കോളേജിന് അനുകൂലമായ വിധി വന്നു. പക്ഷേ അതല്ല, കൗൺസിലിംഗ് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞു, നിൻ്റെ സർട്ടിഫിക്കറ്റ് 5 പൈസ കിട്ടാതെ കൊടുക്കാതെ നിനക്ക് തരും. ആര് തരും? അമ്മ തരും. കാര്യം എന്താ? എല്ലാ കോളേജും ഒക്കെ അമ്മയുടെ കീഴിലാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കണം അതൊക്കെ. ഏത് കോളേജായാലും ശരി, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ശരി, ഏത് രാജ്യമായാലും ശരി. അതുകൊണ്ട് രാത്രി നിയമങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടല്ലേ, രാത്രി നിയമം ചേഞ്ച് ചെയ്യും. അതായത് അമ്മയെ ജനിപ്പിച്ചപ്പോൾ അൾട്ടിമേറ്റ് പവർ കൊടുത്താണ് അമ്മയെ ജനിപ്പിച്ചത്. ഏറ്റവും വലിയ കാഷ്വാലിറ്റി ഉണ്ടായാൽ അതിനെ വരെ കവർ ചെയ്തുകൊണ്ടുള്ള ശക്തി കൊടുത്തിരിക്കുകയാണ്. അമ്മയെ ജനിപ്പിച്ച അപ്പൻ എന്നാ പറഞ്ഞത്? നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അപ്പം പിശാചിൻ്റെ മേൽ അധികാരം പ്രാപിക്കാൻ വേണ്ടിയുള്ള ദൈവസംവിധാനത്തിൻ്റെ പേരാണ് അമ്മ. കൈ അടിച്ച് ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോനെ അറിയാനും ഈശോനെ അനുഭവിക്കുവാനും ഈശോനെ ലോകത്തിന് കൊടുക്കാനും ആത്മരക്ഷ പ്രാപിക്കുവാനും പ്രാപിപ്പിക്കാനും എല്ലാം അതിൻ്റെ അടിസ്ഥാന ഘടകം അമ്മ തന്നെയാണ്. അതാണ് നമ്മൾ അമ്മയെ അറിയേണ്ടവർ ആദ്യം അറിയേണ്ടത് ആരാ? അമ്മേനെ അറിയേണ്ടത്. പിശാചിൻ്റെ മേൽ പോലും അധികാരം കൊടുത്താണ് ദൈവം സൃഷ്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളുടെ മേലും അമ്മയ്ക്ക് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പ്രിൻസിപ്പൾ വിളിച്ച് പറയണത്, ചെല്ലുമ്പോൾ തന്നെ സമയമാകുമ്പോൾ സർട്ടിഫിക്കറ്റ് 5 പൈസ വാങ്ങിക്കാതെ കൊടുക്കും.
ഇത് തന്നെയാണ് എല്ലാ സാക്ഷ്യങ്ങളുടെയൊക്കെ നേച്ചർ. പക്ഷേ എനിക്കെപ്പോഴും ആശങ്കയുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ സത്യസന്ധമായിട്ട് ആരെങ്കിലും ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കണത്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലായിരിക്കണം ഉടമ്പടി കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ചിലർ സന്ധ്യയാകുമ്പോൾ അല്ലെങ്കിൽ അമ്മ പറയണ്ടേ, ഇടി ഉടമ്പടി എടുത്തല്ലേ പ്രാർത്ഥിക്കണ്ടില്ലേ, ആ പെണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. അപ്പം തന്നെ തീരുമാനമാകും. പോത്തുപോലെ കിടന്ന് ഉറങ്ങണേ, വെയിൽ കൊള്ളണേ, വെയിലായി അടിച്ചല്ലേ, സൂര്യൻ ഉദിച്ചല്ല, പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലണ്ടേ എന്ന് ചോദിച്ചാൽ ആ ഉടമ്പടി ക്യാൻസലാണ്. പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. എന്താ കാര്യം? ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ പ്രാർത്ഥിപ്പിക്കാനാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടി ക്യാൻസലാകും. കാര്യം ഇത് നിങ്ങളെ തീക്കൊള്ളി കൊണ്ട് ചുമ്മാ തല ചൊറുക്കരുത്, പഴയ പുഴങ്കളിയും കൊണ്ട് നടക്കരുത്, അതൊക്കെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. നീ ഉടമ്പടി എടുത്തു പോയാൽ കർത്താവിനോട് ഇപ്പം തന്നെ, ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ സോറി പറയണം. കർത്താവ് അത്രയും ഓർത്തില്ല, എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ കറക്റ്റായിട്ട് ചെയ്തോളാം ഒന്ന് പറഞ്ഞ് കർത്താവ് ദൈവമേ ഉടമ്പടിയിലെ അവശത കൊണ്ട് അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കണമേ, ഞാനത് ക്രമീകരിച്ചു കൊള്ളാം. അൾട്ടിമേറ്റ് പ്രോമിസ്, അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ആത്യന്തിക വാഗ്ദാനം. എന്താണ് ഉടമ്പടിയുടെ ആത്യന്തിക വാഗ്ദാനം? അത് പുറപ്പാടിന്റെ പുസ്തകം 33:14 കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ചുമ്മാ വരണല്ലേ, എന്തിനാ വരണത്? സാന്ത്വനപ്പെടുത്താൻ വരിക. അതാണ് കൃപാസനത്തിൻ്റെ ധ്യാനത്തിൻ്റെ പേരെന്നാ? സാന്ത്വനാഭിഷേകം. ഉടമ്പടി ധ്യാനം എന്നാ എൻ്റെ അർത്ഥം. അത് ഈ വചനം അനുസരിച്ച് ചെയ്തിരിക്കുന്നതാ. ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യും, ആശ്വാസപ്പെടുത്തുകയും ചെയ്യും. അപ്പം ദൈവത്തിൻ്റെ എന്തിനാണ് ഈ ആശ്വാസം? ഈശോ ഇപ്പം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 33-ാം അധ്യായം 14 തിരുവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ ആശ്വാസം ദൈവം അവസാനം വരെ തുടരുന്നുണ്ട്. ഈശോ പറയുമ്പോഴെന്താണ്? അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ എൻ്റെ ഇടയ്ക്ക് വരിക. അപ്പോൾ 11 മത്തായിയുടെ സുവിശേഷം 11:28. അതായത് ഞാൻ എപ്പോഴും ഓർക്കുകയെ, ബൈബിളിൽ ദൈവം 4000 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം തന്നെയായിരിക്കും, അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളായിരിക്കും നിത്യത വരെ. പരിശുദ്ധാത്മാവാണല്ലോ ഇതെല്ലാം ക്രമീകരിച്ച് ക്രോഡീകരിക്കണത്. അപ്പോൾ പരിശുദ്ധാത്മാവ് കൺകറൻറ്റ് ചെയ്ത് മാത്രമേ, അങ്ങോട്ടും ഇങ്ങോട്ടും ടിൻ ചെയ്ത് മാത്രമേ എഴുതത്തുള്ളൂ. അതുകാരണം ബൈബിൾ പഠിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിനൊക്കെ ഇന്ന് പഠിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ബൈബിൾ വായിക്കല്ലേ നിങ്ങളെപ്പോഴേ? അരമണിക്കൂർ വായിക്കത്തില്ലേ? ഇപ്പം എങ്ങനെ ചെയ്യണേ? 3 മിനിറ്റ് ആദ്യം വായിച്ചിട്ട് 30 ടേംസ് എടുക്കും അല്ലേ? 30 വചനങ്ങൾ എടുത്തിട്ട് പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം വായിക്കും. സമയം എപ്പോഴാണ് കിട്ടണത്? ചുമ്മാ വായിച്ച് പോകരുതേ. ഒരു 30 വാക്ക് എടുക്കുക. എന്തിനാ 30 വാക്ക് തന്നെ ഇരിക്കണം? ആ ദിവസം മൊത്തം ആവർത്തിച്ച് വായിക്കണം, പ്രാർത്ഥിച്ച് വായിക്കണം. കാര്യം എഴുതിയ ആളെ ഓർത്ത് വേണം വായിക്കാൻ. എഴുതിയ ആരാ? പരിശുദ്ധാത്മാവാണ് എഴുതിയത്. അപ്പോസ്തലന്മാർക്ക് ചോക്കല്ലേ? ചോക്കാണോ എഴുതണത്? അധ്യാപകനാണ് എഴുതണത് അല്ലേ? ചോക്ക് കൊണ്ടാണ് എഴുതണത്. ഇപ്പം അപ്പോസ്തലന്മാർക്ക് ചുമ്മാ ഉപകരണം മാത്രമാണ്. എഴുതുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ 4000 കൊല്ലം മുമ്പ് മോസസിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് അറിയാം. പിന്നെ പത്രോസിലൂടെ പറയുമ്പോൾ മോസസിനോട് പറഞ്ഞ കാര്യങ്ങളോട് കൺകറക്റ്റ് ചെയ്ത് ട്യൂൺ ചെയ്ത വാക്കുകൾ മാത്രമേ പരിശുദ്ധാത്മാവ് പറയത്തുള്ളൂ. അതുകൊണ്ട് വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പരിശുദ്ധാത്മാവിൻ്റെ പാട്ടൊക്കെ പാടിയിട്ട് വേണം ഇരുന്ന് പാടണം. അവൾക്ക് വട്ട് പിടിച്ചത്, അവൾക്ക് വിജിത്തി കയറിയെന്ന് പറയും. ജനങ്ങൾ പറയട്ടെ, എന്നെയൊക്കെ ആദ്യം പറയുമായിരുന്നു. 10 മൂത്തിരിക്കുകയാണ് വട്ടാളെന്ന് പറയുമായിരുന്നു. എൻ്റെ മുറിയിലൊക്കെ സെമിനാരി എഴുതി വെക്കുമായിരുന്നു. അരവട്ടന്മാരെ VPH ബ്രദർ VP ജോസഫ് അരവട്ടന്മാരെ മുഴുവട്ടന്മാരാക്കി കൊടുക്കപ്പെടുമെന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചാൽ എനിക്ക് ഇഷ്ടമായിരുന്നു ഇതൊക്കെ കേൾക്കണത്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളുടെ ആ ഭക്തിയെ കാണുമ്പോൾ, പ്രാർത്ഥന കാണുമ്പോൾ
ആരെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം. എന്താ പറയണത്? നമ്മളത് ഈശോനെ പ്രതിയാണ് അത് ഏറ്റെടുക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ അവരെന്ത് വല്ലതും പറയും, അതുകൊണ്ട് നമ്മൾ പാടണ്ട എന്നൊക്കെ പറയും. ഓ, ഇനി ഞങ്ങളെ കടന്ന് സ്വരം ഉണ്ടാക്കും, അല്ലെങ്കിൽ അപ്പം വെള്ളമടിക്കാരനാണ്, അപ്പം കിടന്ന് സ്വരം ഉണ്ടാക്കും, അതുകൊണ്ട് ഞാൻ പതുക്കെ പ്രാർത്ഥിച്ചേക്കാം, പതുക്കെ പാടിയേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നീ ആരെയും മൂടി വെക്കണത്? കർത്താവിനെയാണ്. വെള്ളമടിക്കാരൻ അപ്പനെ കാണുമ്പോൾ വചനത്തിൻ്റെ സ്വരം കുറക്കണത് എന്താണ്? സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും. ഞാൻ പോയില്ലേ, ഞാൻ വചനം വായിച്ചിട്ടേ കുഴപ്പമില്ലെന്ന്. അപ്പം തന്നെ നമുക്ക് നമ്മളെ ജാമ്യത്തിലെടുക്കേണ്ടി വരും. ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ വിശ്വാസം ഏറ്റു പറയണം. പണ്ടൊക്കെ ഈശോ വഴിയെ കൂടി പോയാൽ മതി, ചേറും ചെളിയുമാണെങ്കിൽ ഞാനീ ഇവിടെ മുട്ടേ നിൽക്കും. എപ്പോഴാണെന്ന് അറിയാമോ? ഈ പഠിക്കുന്ന കാലത്ത് സെമേരി പഠിക്കുന്ന കാലത്ത് രണ്ടാമത്തെ കുർബാനയ്ക്ക് തിരിച്ചു പോകുമ്പോൾ, രണ്ടാമത്തെ കുർബാനയ്ക്ക് ഞാൻ പള്ളിയിൽ പോണത്. അപ്പോൾ ആദ്യത്തെ കുർബാന കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ചിലപ്പോൾ കുർബാനയും കൊണ്ട് രോഗികൾക്ക് പോകുമ്പോൾ കൊച്ചനായിരിക്കും രണ്ടാമത്തെ കുർബാനയ്ക്ക്. പക്ഷേ കുർബാനയും കൊണ്ട് വരുമ്പോൾ കടപ്പുറത്തായാലും ശരി, വഴിയിലായാലും ശരി, മഴയാണെങ്കിലും ശരി, അവിടെ മുട്ട നിൽക്കും. അപ്പം കർത്താവിനറിയാം നമ്മൾ ആരാണെന്നറിയാം, ഇത് പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടെന്നറിയാം. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വിശ്വാസം നേടിയാൽ പിന്നെ നിൻ്റെ കാര്യത്തിലൊരു കുഴപ്പമുണ്ടാകത്തില്ല. ദൈവം ആരാണെന്ന് നീ അറിയും. വേറെ കുഴപ്പങ്ങൾ ഇപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കണത്, നിങ്ങൾ നല്ല വിശ്വാസികളാണെന്ന് ദൈവത്തിന് തോന്നണില്ല. അതാണ് ഒരു കുഴപ്പം വന്നിരിക്കുന്നത്. നമ്മൾ നല്ല വിശ്വാസികളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ഇറങ്ങി വരും. പ്രത്യേകിച്ച് ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? ദൈവത്തെ കണ്ണേ കണ്ണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതായത് ആദ്യം അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ സിൽവർ ഗ്രേ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യം അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു രഹസ്യം, ലോകത്തിന് ആർക്കും അറിയാത്ത രഹസ്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈശോൻ്റെ അരികാൻ നിൽക്കണത്, ഞാൻ ബലിപീഠത്തെ തൊട്ടതാണ് ഈ പറയണത്. അതായത് ഞാൻ കണ്ട അമ്മ തന്നെയാണിത്. ഇതാണ് എൻ്റെ അത്ഭുതം എന്ന് പറയണത്. ഞാൻ കണ്ട അമ്മയെ ചമ്പക്കുളത്ത് ശില്പിയോട് 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് കൊടുത്തത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഞാനൊരു പടം കൊടുത്തില്ലല്ല, ഞാനൊരു വിമല ഹൃദയത്തിൻ്റെ പടം കൊടുത്തു. പക്ഷേ അതല്ല ഇത്. ഞാൻ ലൈറ്റിട്ട് നോക്കുമ്പോൾ, ഞാൻ സന്ധ്യയ്ക്ക് രാത്രി ഒറ്റയ്ക്ക് വരും ഇവിടെ കൊന്തയില്ലാൻ വേണ്ടി, 10 മണിക്കൊക്കെ വരുമ്പോൾ ഒരു ലൈറ്റ് മാത്രം ഇട്ടൊക്കെ ഇവിടെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കണ്ണ് നിറയും നമ്മുടെ. എന്താ ഇതെങ്ങനെ ഒത്തെന്ന് ഞാൻ ഓർക്കും. ഞാൻ കണ്ട അമ്മയെ തന്നെയാണല്ലോ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെന്താ, ശില്പിയല്ല ചെയ്തത്. അമ്മയുടെ തീർച്ചയായിട്ടുമുള്ള അമ്മയുടെ ഒരു കരവിരുത് അതിൻ്റെ അകത്ത് കാണും. ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടാകും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അവരുടെ മുഖത്ത് മുഴുവൻ ഈ മസൂരിക്കല പോലെ കുരുവിങ്ങനെ കുനുകുനാന്നിങ്ങനെ പൊങ്ങി നിൽക്കണം. കാരണം കല്യാണം വരണില്ല. അപ്പോൾ ഒരു അമ്മ എങ്ങ് കോട്ടയം കിഴക്കുന്ന ഒറ്റയ്ക്ക് 5 മണി രാത്രിക്ക് അവിടെ നിന്ന് പോകുന്നു, വെളുപ്പിന് അങ്ങോട്ട് നിന്ന് പോന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തേച്ചും മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ്, അമ്മ നിൻ്റെ മുഖം സുന്ദരമായിട്ടുണ്ട്, എൻ്റെ മകളുടെ മുഖവും നിൻ്റെ മുഖം പോലെ ആയിരിക്കണം, അവൾക്ക് കല്യാണം നടക്കണില്ല എന്ന് പറഞ്ഞു. കാരണം ഈ മുഖം ഇങ്ങനെ മോശമായിരിക്കണേ, കല്യാണം നടക്കണില്ല, കുറേ കുത്ത് ഇങ്ങനെ പൊങ്ങിയിരിക്കുക. ഈ കുരുവല്ല, ഇങ്ങനെ ഒരു തരം ഇങ്ങനെ പൊറ്റ പിടിച്ചിരിക്കണം. കുരു ഇങ്ങനെ ബലമുള്ള കുരുവാണ്, ഇങ്ങനെ എടുത്താൽ മാറ്റില്ല. അപ്പോൾ അത് പോണില്ല. അപ്പോൾ അവൾ അത്രേ പറഞ്ഞോളൂ. അവിടംപടി തൈലം ഉപ്പും കൂടി ചേർത്ത് അതാ ഈ അമ്മ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ആ മകൾ അമ്മയുടെ കൂടെ ഇല്ല, ഡൽഹിയിലോ എവിടെയോ ആണ്, അകലെ എവിടെയോ ആണ്. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ സംഭവം മൊത്തം പോയി. അത് നമ്മളിങ്ങനെ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. എനിക്കത് മനസ്സിലായത്, എന്തും പറയാവുന്ന ഒരവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. എന്തും പറയാവുന്ന, ഇപ്പോൾ ബ്ലീഡിങ് ആണെങ്കിൽ ഇപ്പോൾ 40 ദിവസമൊക്കെ നിൽക്കണ ബ്ലീഡിങ് അല്ലേ, സങ്കടം കൊണ്ട് ബസ്സിലിരുന്നൊക്കെയാണ് പറയണത്. ആ സമയത്ത് അത് തീരും, എല്ലാം കേൾക്കും, എന്തും പറയാൻ. ദൈവത്തിൻ്റെ സ്നേഹം അമ്മയായി അങ്ങനെ നമ്മുടെ കൂടെ അങ്ങ് താമസിക്കുകയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ബൈ പേഴ്സൺ വന്ന് നമ്മളെ സ്പർശിക്കുകയും ചെയ്യും. മക്കളെ, ഇത്രയും അനുഗ്രഹത്തിൻ്റെ വലിയ കാലത്ത് നിങ്ങൾ വിശുദ്ധരായില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് എനിക്കൊരു സങ്കടം പോലെ പറയാനുള്ളത്. ഇത്രയും ഞാനും അച്ഛനായിട്ട് 32 കൊല്ലമായി. എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെടുന്ന മുമ്പ് ഒരു കാലമുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ 89 തുടങ്ങി കൗൺസിലിംഗ് ആണ്. ഇപ്പോൾ തുടങ്ങിയായിരുന്നില്ല. ഇത് രജിസ്ട്രേഷൻ തന്നെ 92 ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അക്കാലങ്ങളിലെല്ലാം കേരളം മുഴുവൻ ധ്യാനിപ്പിച്ച ആളാണ്.
ഇടവക വികാരി ആയതുകൊണ്ട് പുറത്തധികം പോകാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ 107 ജപമാല ജീവിത ദർശന ധ്യാനങ്ങൾ 107 കണ്ണൂർ മുതൽ കുഞ്ഞിമംഗലം മുതൽ ഇവിടെ വിഴിഞ്ഞം വരെ നടത്തി, ഇടുക്കി വെള്ളിയാങ്കുടി വരെ നടത്തിയിട്ടുണ്ട്. 107 ഇടവകയിൽ നടത്തിയിട്ടുണ്ട്. ഉള്ള സമയത്താണ് ഇതൊക്കെ നടത്തിയിരിക്കണത്. ഉള്ള സമയത്ത് വികാരിയച്ഛനാണ്, ഉള്ള സമയത്ത് നടത്തും. കുറേ വഴക്ക് അതിൻ്റെ പിന്നിൽ കേൾക്കുകയും ചെയ്യും. കുറേ സങ്കടം, ഇടവക്കാരും വഴക്കിടും. ചിലപ്പോൾ രൂപതയിൽ നിന്നൊക്കെ ചെറിയ ചെക്കുപിടുത്തമൊക്കെ വരും. പക്ഷേ നമുക്ക് ആരോടും അവരുടെ അവകാശങ്ങളും എൻ്റെ ഉത്തരവാദിത്വമാണ് ഇടവകയിലായിരിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ദൈവത്തിനെ ഒപ്പിക്കണം, നാട്ടുകാരെ ഒപ്പിക്കണം, സഭയെ ഒപ്പിക്കണം. എങ്കിലും കുറേ ടെൻഷൻ അടിക്കും, അങ്ങനെ കുറേ രോഗം പിടിക്കും. അപ്പം എങ്കിലും നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവമെല്ലാം കാണും മക്കളെ. അതാണ് സത്യം. നമ്മൾ ആർക്ക് വേണ്ടിയും ത്യാഗം അനുഭവിക്കണ പോലെ അല്ല ദൈവത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കണത്. ഐ കാൻറ്റ് യു സഫർ ഇൻജസ്റ്റിസ്. നിനക്ക് എന്തുകൊണ്ടാണ് അനീതി സഹിക്കാൻ പാടില്ലാത്തതെന്ന് മനുഷ്യനോട് ചോദിക്കേണ്ട ഒരേ ഒരു പുസ്തകമാണിത്. വൈ കാൻറ്റ് യു സഫർ ഇൻജസ്റ്റിസ്? എന്തുകൊണ്ട് നിങ്ങൾക്ക് അനീതി സഹിക്കാൻ പാടില്ലെന്ന്. ചിലർ വെള്ളപിടിക്കാരെ ഭർത്താക്കന്മാർ വന്നിട്ട്, അച്ഛാ എൻ്റെ മകൾ അയാൾ കൊലപിടിക്കണച്ചാ. ഞാൻ പറഞ്ഞു, അവൾ നിങ്ങളോട് പരാതി പറഞ്ഞ? അവളൊന്നും പറഞ്ഞില്ല, അവളെല്ലാം സഹിക്കണം. ഞാൻ പറഞ്ഞു, ദാറ്റ്സ് ഓക്കെ. അപ്പോൾ അവളോട് പറ, കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കാൻ പറയാൻ പറഞ്ഞു. പിന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ല എന്ന് ആൾക്കാർ ചിലർ പറയും. കാര്യം കർത്താവിൻ്റെ സഹിക്കണമെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ സഹിച്ചവരെ കർത്താവിൻ്റെ കൂടെ നേടി വന്നല്ലേ, ചുമ്മാ അല്ലല്ലേ വെയിൽ കൊള്ളണത്. നമ്മൾ പാറ്റാപ്പിഴുക്കൊന്നും അല്ലല്ലോ, എള്ള ഉളങ്ങണ തന്നെയാണ്. കർത്താവിൻ്റെ വിശ്വാസി എന്ന് പറഞ്ഞാൽ എള്ളാണ്. അവന് എണ്ണ കിട്ടാൻ തന്നെയാണ് ഉണങ്ങണത്, കൃപ കിട്ടാൻ വേണ്ടിയാണ് ഉണങ്ങണത്. കർത്താവിൻ്റെ നാമത്തിൽ കൈ അടിച്ച് കർത്താവ്. അപ്പോഴേ ഉടമ്പടി ബൈ പേഴ്സൺ. നിൻ്റെ ഭർത്താവ് മദ്യപാനി ആയാലും നിൻ്റെ അയൽവാസി, ഇപ്പം മതിൽ കെട്ടിപ്പൊക്കിയെന്ന് പറഞ്ഞില്ലേ, 13 അടിയുള്ള മതിൽ കെട്ടിപ്പൊക്കിയെന്ന് ആ ഇടുക്കിക്കാരത്തിൽ സാക്ഷ്യം പറഞ്ഞില്ലേ, അവർക്കവിടെ അവരെ പൊറുതിമുട്ടിച്ചിരിക്കുകയാണ്. അറിയാമോ നിങ്ങൾക്ക്? ആ സാക്ഷ്യം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അയൽവാസികൾ അവരെ പൊറുതിമുട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരെ കൊണ്ടു നടന്ന് വേട്ടയാടുകയാണ്. ഇത് വെള്ളരിക്കപ്പെടണമെന്നില്ല. നീ അമ്മയുടെ പേരിലാണ് ഉടമ്പടി ചെയ്തിരിക്കണത്. അമ്മക്കറിയാം നിന്നെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ളത്. ആ സ്ഥലം മൊത്തം നിലവിലൊക്കെ വിറ്റുപോയിട്ട് അവരെ അത് വിൽക്കാത്ത സ്ഥലമാണ്. വിൽക്കാത്ത സ്ഥലവും ജീവിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. ജീവിക്കാത്ത സ്ഥലത്ത്, ജീവിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിന്നെ എങ്ങനെ നയിക്കണമെന്ന് അമ്മയ്ക്കറിയാം. എങ്കിലും ഒരു കാര്യം ചെയ്യണം. ഇത്രയും കാര്യം ഉറപ്പായ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യണം. എന്നാ ചെയ്യേണ്ടത്? ദൈവം ചില ആൾക്കാരുടെ കൂടെ വരത്തേയില്ല. ഉടമ്പടി ചെയ്താലും ചില ആൾക്കാരുടെ കൂടെ വരത്തില്ല. അതറിയണം നമ്മൾ. എന്നാൽ മാത്രമേ എങ്ങനെ വരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ദൈവം ചില ആൾക്കാരുടെ കൂടെ വരത്തില്ല. നിങ്ങൾ ഉടമ്പടി ചെയ്താലും വരത്തില്ല. എന്തിനാ അങ്ങനെ പറയണം? നിങ്ങളെ നിരാശപ്പെടുത്താൻ പറഞ്ഞാൽ ഇല്ല. എന്തിനാണ്? പിന്നെ എന്ത് വകുപ്പിൽ ദൈവത്തെ വരുത്താൻ പറ്റും? ദൈവം എന്തുകൊണ്ടാണ് ഉടമ്പടി ചെയ്തിട്ടും നമ്മുടെ കൂടെ വരാത്തത്? 33:3 പുറപ്പാട് 33:3. തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുവിൻ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. എന്താ കാര്യം? വന്നാൽ നിങ്ങളുടെ ദുശാഠ്യം നിമിത്തം വഴിയിൽ വെച്ച് ഞാൻ നിങ്ങളെ നശിപ്പിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. എന്താ വരാത്തത്? ദുശാഠ്യം ഉണ്ടെങ്കിൽ വരത്തില്ല. ഉടമ്പടി ചെയ്താലും ദുശാഠ്യം നിലനിൽക്കണമെങ്കിൽ വരത്തില്ല. ദുശാഠ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് നിരക്കാത്ത നമ്മുടെ താല്പര്യങ്ങളാണ് ദുശാഠ്യം. ദൈവത്തിന് നിരക്കാത്ത നമ്മുടെ ശാഠ്യങ്ങൾ. ഇപ്പോഴ് ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിന് നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കണം. ഓരോ കാര്യങ്ങളില്ല, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അത് ദൈവത്തിന് നിരക്കുന്നതാണോ? എന്താ അങ്ങനെ പറയാൻ കാര്യം അറിയാവോ?
ഇപ്പോൾ 5 സെൻറ്റ് സ്ഥലം മേടിക്കാൻ വേണ്ടി നീ ഉടമ്പടി വെച്ചു. 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി നീ ഉടമ്പടി വെച്ചു. അമ്മ നിനക്ക് ഉടമ്പടി തന്നു, ഉടമ്പടി ആ സ്ഥലം മേടിക്കാൻ തന്നു. അപ്പോഴൊരു മണ്ണുകാരൻ വന്ന് ചോദിച്ചു, ഭയങ്കര മണ്ണാണല്ല നിങ്ങളുടെ പുറമ്പ്, ഇത്തിരി ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഈ മണ്ണ് എൻ്റെ ഇത് വിറ്റ JCB നിർത്തി ഈ മണ്ണ് വിൽക്കുകയാണെങ്കിൽ അത് കോരി വണ്ടിയിലിട്ട് ടിപ്പറിൽ കൊടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വീട് വെക്കാനുള്ള കാശ് കിട്ടും. ഇപ്പോൾ ഞങ്ങളുടെ തേക്കാട് സൈഡിലൊക്കെ മണ്ണിന് ഭയങ്കര വിലയാണ്. പള്ളിക്ക് തന്നെ കുറേ വാട കിടക്കുന്ന മണ്ണുണ്ട്, കൊടുക്കാതില്ല ഇപ്പോഴൊന്നും. പള്ളിക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് കൊടുക്കണില്ല. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ JCBക്കാരന് മണ്ണ് നമ്മുടെ പറമ്പ് വിൽക്കണതിന് വല്ല അനുവാദം വേണം? പോലീസിൻ്റെ അനുവാദം വേണം, ജിയോളജിയുടെ അനുവാദം വേണം? അതല്ല, നമ്മുടെ ഒരു മുതൽ വിൽക്കണമെങ്കിൽ ആരുടെയെങ്കിലും കൺസെൻ്റ് ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ മുതൽ നമുക്ക് വിൽക്കാമല്ലോ, ഇല്ലേ? പക്ഷെ നമ്മൾ വിൽക്കണത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ നമ്മുടെ 5 സെൻറ്റാണ് വിൽക്കണത്, അതിന് മണ്ണ് തുരന്ന് നമ്മളൊരു 10-30 ടിപ്പറെ കയറ്റി വിടുകയാണ്. അപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? അടുത്തുള്ള വീട്ടുകാരൻ്റെ നമ്മൾ കുഴിയെടുത്തില്ലേ, കുഴിയെടുത്തപ്പോഴുണ്ട് അടുത്തുള്ള വീട്ടുകാരൻ്റെ സ്ഥലം പൊങ്ങിയത് നമ്മുടെ താന്നമായില്ലേ. അപ്പോൾ ആ മണ്ണെല്ലാം ഇങ്ങോട്ട് ഇടിഞ്ഞ് നിൽക്കുകയും ചെയ്യും, അവൻ്റെ വീടിന് പൊട്ടൽ വീഴുകയും ചെയ്യും. അപ്പോൾ ദുഷ്ടബുദ്ധി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു 10 ലോഡ് മണ്ണ് അവിടെ ഇട്ടിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ. എന്താ കാര്യം? 10 ലോഡ് എടുത്ത് മാറ്റിയാൽ മറ്റേ വീട് ചെരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില പിശുക്കന്മാർ 10 ലോഡ് മണ്ണ് പോയിട്ട് 10 കൊട്ട കൊടുക്കത്തില്ല. ഏത് ഉടമ്പടി എടുത്താലും അവിടെയാണ് പിടുത്തം വീഴുന്നത്. ഏത് ഉടമ്പടി എടുത്താലും ശരി, 10 ലോഡ് മണ്ണ് പോയിട്ട് ഞാൻ എൻ്റെ പറമ്പില്ല, നിയമപരമായിട്ട് കുഴപ്പമില്ല, നിയമമല്ലല്ല പ്രശ്നം, നിയമത്തെക്കാൾ വലുതാണ് സ്നേഹമെന്ന് പറയണത്. നിയമത്തെക്കാൾ വലുതാണ് സ്നേഹം. ഇപ്പോഴും നമ്മൾ സ്നേഹത്തെക്കാൾ വലുതൊരു സംഭവമുണ്ട്. എന്താണ്? കരുണ. ഉടമ്പടിയിൽ എന്താണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണല്ലേ. ദൈവത്തിൻ്റെ സാന്നിധ്യം വേണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് പോയാൽ പറ്റത്തില്ല, സ്നേഹപരമായിട്ട് പോയാൽ പറ്റത്തില്ല, പിന്നെ എന്താണ്? കരുണപരമായിട്ട് പോകേണ്ടി വരും. ഇത് പഠിക്കാനാണ് വിളിപ്പിക്കുന്നത്. ഇത് അല്ലെങ്കിൽ ഈ സമയമെടുക്കും. ഇതൊക്കെ പഠിപ്പിച്ച് തരാൻ വേണ്ടിയാണ് എല്ലാ ആഴ്ചയിലും വിളിപ്പിക്കണം, 1 മാസം 1 പ്രാവശ്യം വെച്ച്. ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ദുഷ്ടവൃത്യാന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് പാറാവിലിടും. പാറാവിൻ്റെ കഥ പറയണില്ലേ കർത്താവ്, അല്ലേ? ഒരുത്തന് ഒരു ഉത്തമം പറഞ്ഞ കടക്കാരുണ്ടായിരുന്നു. ആ കടക്കാരൻ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ കടങ്ങളെല്ലാം വീട്ടുക, ഭാര്യനെയും മക്കളെയും വിറ്റ് വീട്ടാൻ പറയും. അപ്പോൾ അയാൾ യജമാൻ്റെ കാലെ കെട്ടി വീണിട്ട് എന്താ പറയണത്? എന്ത് പറയും? എനിക്കിത്തിരി സാവകാശം തരണമേ, ഞാനെല്ലാം തന്ന് വീട്ടിക്കൊള്ളാം. ഉടനെ സാവകാശം കൊടുത്തു. പക്ഷെ അവന് സാവകാശം കിട്ടിയവനെന്ത് ചെയ്തു? അവൻ പുറത്ത് പോയി അവന് 100 ദനാറ, താലന്താണിത്. മറ്റത് വിൽക്കാനുള്ള താലന്താണ്, 1000 രൂപയാണത്. കാരണം താലന്ത് പൊന്നാണയവാ, ദനാറ വെള്ളി നാണയവാ, വ്യത്യാസമുണ്ട്. ആ 100 ദനാറ കൊടുക്കാനുള്ളവനെ കണ്ടപ്പോൾ അവനെ കടുത്ത് പിടിച്ച് കണ്ടുവച്ചാൽ പറഞ്ഞു, കടം തന്നു വിടറാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, പട്ടാങ്ങി പറഞ്ഞു, ഞാനെല്ലാം തന്നു വിട്ടിട്ട് കൊള്ളാം, എനിക്ക് സാവകാശം തരുന്ന. ഇവൻ സാവകാശം കൊടുത്തില്ല, അവനെ പിടിച്ച് പാറാവിലിട്ട്. അപ്പം കണ്ട സഹഭൃത്യന്മാർ, ഈ കാഴ്ച കണ്ട സഹഭൃത്യന്മാർ യജമാനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? നമ്മളവന് താലന്ത് കണക്കിന്, സ്വർണ്ണ പവൻ കണക്കിന് അവന് കരുണ കൊടുത്തില്ലേ? പക്ഷേ അവൻ അതിൻ്റെ കീഴ്ക്കടക്കാരനോട്, വെള്ളി മാത്രം കടമുണ്ടായിരുന്നവനോട് കരുണ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് വിളിച്ച്, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും, അതുകൊണ്ട് കടമുഴുവൻ തന്നു വിട്ടപ്പോൾ അവന് പാറാവിലടച്ചു. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അയാൾക്ക് അനുഗ്രഹം കിട്ടിയ ആളല്ലേ, അല്ലേ? പക്ഷെ എനിക്കൊക്കെ അനുഭവിക്കാൻ യോഗ്യതയില്ല. എന്തുകൊണ്ടാണ്? കയ്യിലിരിപ്പ് കുഴപ്പമാണ്. ഉടമ്പടിയിലും അങ്ങനെ സംഭവിക്കും. അനുഗ്രഹം കിട്ടും, പക്ഷെ അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. അനുഗ്രഹം കിട്ടും,
പക്ഷേ അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. എന്താ കാരണം? കർത്താവ് കരുണ കാണിച്ചതുപോലെ കർത്താവ് തിരിച്ചു ചോദിക്കും, നീയും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ അങ്ങയുടെ തനി സാന്നിധ്യം ഞാൻ അനുഭവിക്കുമ്പോൾ അങ്ങയോട് ചെയ്ത വാഗ്ദാന പ്രകാരം ജീവിത വിശുദ്ധി പാലിക്കുവാൻ എന്നോട് ബന്ധപ്പെട്ട എല്ലാവരോടും നിയമത്തെക്കാൾ ഉപരി സ്നേഹത്തെക്കാൾ ഉപരി സഹിക്കുന്ന സ്നേഹമായ കൊടുക്കുന്ന സ്നേഹമായ കരുണ കാണിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. അപ്പോൾ ദുശാഠ്യങ്ങള്, കരുണയില്ലാത്ത അവസ്ഥകള് ദൈവവചനത്തിനോട് ദൈവ ഇഷ്ടത്തോടെ മർദ്ദലിച്ച് നിൽക്കുന്നതാണ് ദുശാഠ്യം. ഇപ്പോൾ നീ ഒരു അഫെയറിലാണ്, ഒരു പ്രണയം. പക്ഷെ നിനക്ക് ഈ പ്രണയത്തിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ്, നിനക്ക് അവനെ ഈശ്വര വിശ്വാസം വളർത്താൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നീ ദുശാഠ്യം കാണിക്കരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം എന്താ? നിനക്ക് കർത്താവിന് വിശുദ്ധമായ രക്തത്താൽ നിത്യരക്ഷ എന്ന് പറഞ്ഞ വലിയ നിത്യവാഗ്ദാനം കിട്ടിയിട്ട് 10-70 കൊല്ലം ജീവിക്കാൻ പോകുന്ന ഒരാളുമായിട്ട് നിൻ്റെ ആത്മാവിനെ പണയപ്പെടുത്തി നിൻ്റെ മക്കളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നീ ഒരു തീരുമാനം എടുക്കാൻ പോണത്. അത് നിൻ്റെ ആത്മാവ് നിന്നെ ദുർമാതൃകയായിക്ക് മാറ്റും. മറ്റുള്ളവർക്ക് നീ ഉതപ്പാകും. നിൻ്റെ അനിയത്തിക്കോ ചേട്ടത്തിക്കോ നീ ഉതപ്പാകും. നിൻ്റെ കൂട്ടുകാർക്ക് നീ ഉതപ്പാകും. നിന്ന് ജനിക്കാതെ കുഞ്ഞിനെങ്കിൽ നിത്യരക്ഷ ലഭിക്കത്തില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങൾക്ക് നീ മാതാപിതാക്കന്മാരെ സോപ്പിടാം. അതുകൊണ്ട് കഥയൊന്നുമില്ല. ആരെങ്കിലും ലൈനടിച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കന്മാർ പ്രസവിച്ച് വയറൊക്കെ വിരുന്ന് വരുമ്പോൾ കയറി പ്രസവിച്ചിട്ട് പൊടിയെന്ന് പറയും. അപ്പം മിണ്ടാത്തില്ലെങ്കിൽ അമ്മ പറയും. അപ്പോൾ അമ്മയുടെയും അപ്പൻ്റെയൊക്കെ ഒരു മാനസികാവസ്ഥ നോക്കിയിട്ടല്ല നീ ജീവിത വിലയിരുത്തുന്നത്. നിനക്ക് ദൈവത്തെക്കുറിച്ച് പേടിയില്ല, ദൈവത്തെ നിനക്ക് അറിയത്തില്ല. അപ്പനെ സോപ്പിടുക, അമ്മയെ പറഞ്ഞു നിർത്താമെന്നാണ് നീ വിചാരിക്കണത്. പക്ഷെ പറഞ്ഞു നിർത്താൻ പറ്റാത്ത വേറെ ഒരാളുണ്ടാവും. അയാളെ ഒരിക്കലും പറഞ്ഞു നിർത്താൻ പറ്റുകയില്ല. കാര്യം പറഞ്ഞു നിർത്താൻ പറ്റാത്തതിന് കാരണം അയാളെ പറഞ്ഞു നിർത്താൻ പറ്റാത്ത കൊണ്ടാണ് അയാൾ രക്തം ചിന്തി മരിച്ചത്. അവൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തപ്പെട്ട ആത്മാവാണ് നിൻ്റെത്. ആത്മാവിനെ പണയപ്പെടുത്തുന്ന പൈശാചികമായ തീരുമാനത്തിൽ നിന്ന് നക്കാപ്പിച്ചയുടെ കുറച്ച് കാലത്തെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നീ പിടിച്ചു നിൽക്കുകയാണെന്നെങ്കിൽ അത് ദുശാഠ്യമാണ്. ദ ഗോഡ് വിൽ കം വിത്ത് യു നെവർ. ഒരിക്കലും നിൻ്റെ കൂടെ വരത്തില്ല. നീ തീരുമാനിക്കണം. ദുശാഠ്യമുണ്ട്, തീരുമാനിക്കണം. കാര്യം എഴുതിയിട്ടുണ്ടത്, ദുശാഠ്യമുള്ളവരുടെ കൂടെ ഞാൻ തിരിച്ചു വരത്തില്ലെന്നും. ദൈവം വരത്തില്ലെന്ന് ഭൂമി വെച്ച് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിത്യത വരെ നിൻ്റെ കൂടെ വരത്തില്ലെന്നാണ്. കൈയടിച്ച് കർത്താവ്. കൂദാശയിൽ ജീവിക്കുന്ന ആൾക്കാരെ ഉടമ്പടി എടുക്കുമ്പോൾ അച്ഛൻ്റെ ഈ നോട്ടുകളെല്ലാം മനസ്സിൽ സൂക്ഷിക്കണം. കൂദാശയുടെ പുറത്തുള്ളവർക്ക് അത് ബാധകമല്ല. കൂദാശയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ജന്മകാലം മുഴുവൻ കൂദാശ എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ്? നിത്യത വരെ കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ. നമുക്ക് 70 കൊല്ലം കൊണ്ട് ജീവിച്ച മുതലായെങ്കിൽ കർത്താവിന് ഈ അവസ്ഥയിൽ ക്രൂശിക്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. നിത്യതയ്ക്ക് വേണ്ടിയാണ് അവൻ പാപത്തിന് പരിഹാരം ചെയ്തത്. എനിക്ക് പകരമാണ് അവൻ ശിക്ഷ വാങ്ങിച്ചതെങ്കിൽ എൻ്റെ ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നീ തന്നെ ഈ വീണ്ടും അവനെ വിട്ടുകൊണ്ട് വേറെ ശിക്ഷ സ്വയം ഏറ്റുമേടിക്കരുത്. ദുശാഠ്യം പലപ്പോഴും വരണത് ഇപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കും, ഒരു 3 മാസം കള്ളക്കുടി അങ്ങ് നിർത്തിയേക്കാമെന്ന് പറയും. ഉടമ്പടിയുടെ ഒരു ഘട്ടമാണ് 3 മാസം എന്ന് പറയണത്. ഉടമ്പടിക്ക് 4 ഘട്ടമാണുള്ളത്. അപ്പം 4 ഘട്ടവും വരെ വേണമെങ്കിൽ മദ്യപാനമൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിക്കും. അപ്പം ചില ആൾക്കാർ നോൻപിന് 10-50 ദിവസം നോൻപെടുക്കത്തില്ലേ. എന്നിട്ട് നോൻപിന് കുടിക്കാനുള്ളതെല്ലാം അവർ നോൻപ് കഴിയുമ്പോൾ ഈസ്റ്ററിനെ കുടിച്ച് അവസാനിപ്പിക്കും. അപ്പം അങ്ങനെയുള്ള കള്ളക്രിസ്ത്യാനിക്കൊന്നും ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. കാര്യം ഉടമ്പടിയുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ പാലക്കാട് ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, അവരെന്നാ പറഞ്ഞത്? ഞാൻ കർത്താവിനോട് മരുമകൻ്റെ മദ്യപാനം ഒഴിവാക്കാൻ പറഞ്ഞില്ല, ഞാൻ കർത്താവിനോട് പറഞ്ഞത് സമാധാനം തരണമെന്നേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് അവരുടെ സാക്ഷ്യത്തിൻ്റെ മർമ്മം.
ഞാൻ കർത്താവിനോട് സമാധാനമാണ് ചോദിച്ചത്. കർത്താവാണ് സമാധാനത്തിന് മാർഗങ്ങൾ ക്രമീകരിച്ചു തന്നതെന്ന്. അതുപോലെ നീ ചോദിക്കുന്ന കൂടുതൽ നൽകാൻ കഴിയും ദൈവത്തിന്. നീ ചോദിക്കുന്നതിനൊക്കെ കൂടുതൽ നൽകാൻ കഴിയുന്ന ദൈവത്തിനാണ് വചനം സ്തോത്രം ചെയ്യുന്നത്. അതുപോലെ നീ ദൈവതിരുസന്നിധിയിൽ സത്യസന്ധത കാണിച്ചാൽ നീ ചോദിക്കുന്നതിനൊക്കെ കൂടുതൽ ദൈവം നിനക്ക് തരും. പക്ഷെ നീ ദൈവം നിനക്ക് തരുമ്പോഴും നീ എപ്പോഴും ഓർക്കണം, ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണെങ്കിൽ ആ സാന്നിധ്യം നിത്യത വരെ ഉള്ളതാണെങ്കിലും നിത്യത വരെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഉറപ്പുവരുത്താൻ വേണ്ടി ജീവിതം നിത്യമായിട്ട് ക്രമീകരിക്കാൻ വേണ്ടി ശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ജീവിത ദുരിതങ്ങൾക്കും ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന സമയമാണ്. ഇത്രയും നേരം കർത്താവിൻ്റെ വചനങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് പ്രോമിസാണ്. ആത്യന്തികമായ വാഗ്ദാനമെന്ന് പറയുന്നത് ബൈ പേഴ്സൺ പ്രസൻസ് ആണ്. ദൈവത്തിൻ്റെ നമ്മുടെ കൂടെയുള്ള തനി സാന്നിധ്യം. ഈ തനി സാന്നിധ്യം നിത്യത വരെയാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സാന്നിധ്യം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ദുശ്ശാഠ്യം കൊണ്ടാണെന്ന് പറഞ്ഞു. ഒത്തിരി പറഞ്ഞില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചിട്ട കാര്യങ്ങളാണ്. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ദൈവം അത് ഉടമ്പടിയുടെ വിഷയമാക്കി മാറ്റണത്. ഒരു കാര്യം നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ സ്വാധീനം കൊണ്ടോ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് ദൈവം അതിനെ ഒരു എഗ്രിമെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് അതിൻ്റെ ഫ്രെയിമിൽ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഉടമ്പടി തുടങ്ങിയത്. 33:10 ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 33:10 എങ്ങനെയാണ് ഉടമ്പടി തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന സഹോദരങ്ങൾ പുറപ്പാട് 34:10 അവിടെ നള്ളി ചെയ്തു. ഏറ്റു പറഞ്ഞ് അവിടെ നള്ളി ചെയ്തു. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. അതാണ് പുറപ്പാട് 34:10. ദൈവം ഉടമ്പടി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. അതാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്. കാര്യം നമ്മൾക്ക് അത്ഭുതങ്ങൾ എവിടെയാണ് വരേണ്ടത്? നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ദൈവിക പരിഹാര മാർഗമാണ് ഉടമ്പടി. അതാണ് പുറപ്പാട് 34:10. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. ഉടമ്പടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവ സംവിധാനത്തിൻ്റെ പേരാണ്. അത് എന്തുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്നുവെന്നാണ് അച്ഛനിലൂടെ വെളിപ്പെടുത്തിയത്. ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന കൊണ്ടാണ്. ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ആധ്യാത്മിക കാലാവസ്ഥ നിലനിർത്താനാണ് ദുശ്ശാഠ്യങ്ങളെ ഒഴിവാക്കാൻ പറഞ്ഞത്. ദുശ്ശാഠ്യങ്ങളെന്ന് പറഞ്ഞാൽ ദൈവവചനങ്ങളിൽ നിന്നും ദൈവ പദ്ധതികളിൽ നിന്നും
മാറാൻ വേണ്ടി തീരുമാനം എടുക്കാതിരിക്കുക. ശാഠ്യങ്ങൾ നല്ലതാ, പക്ഷേ ബൈബിള് ദുശാഠ്യങ്ങളെന്ന് പറയണത് മോശമായ ശാഠ്യങ്ങളെയാണ് ദുശാഠ്യങ്ങളെന്ന് പറയണത്. ആത്മശോധന ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നതാണ് ദുശാഠ്യങ്ങൾ. അത് മദ്യപാനമായാലും നമ്മൾ അന്യർക്ക് കൊടുക്കാനുള്ള പണമായാലും ചില ആൾക്കാരെ കൊടുക്കാനുള്ളതാണെങ്കിലും കിട്ടിയാലും നിങ്ങൾ കൊടുക്കാത്തവരുണ്ട്. ചിലപ്പോൾ കൂടപ്പിറപ്പുമാർക്ക് ആർക്കും കൊടുക്കാനുണ്ടാകണത്. തന്തയ്ക്ക് വിളിക്കുന്നവർക്കും തെറി പറയുന്നവർക്കൊക്കെ നിങ്ങൾ പേടിച്ച് കൊടുക്കും. കണ്ണീരിടുന്നവർക്ക് നിങ്ങൾ കൊടുക്കത്തില്ല, അവരെ വിരട്ടുകയുള്ളൂ. ചിലപ്പോൾ പെങ്ങളായിരിക്കും, ചിലപ്പോൾ അവരുടെ വായ്പ വാങ്ങിച്ചതായിരിക്കും, ചിലപ്പോൾ അവരുടെ മക്കൾ എവിടെയെങ്കിലും അഡ്മിഷന് വേണ്ടി ആങ്ങളയോട് പഴയ കാശ് ചോദിച്ചതായിരിക്കും. നിങ്ങളവരെ പറ്റിക്കോ. പെങ്ങളായാലും നാട്ടുകാരായാലും ദൈവം ആരോട് ചെയ്തു എന്നേക്കാളുപരി എന്ത് ചെയ്തു എന്നാണ് നോക്കണത്. എന്താണ് നീ ചെയ്തതെന്നല്ലേ ചോദിച്ചത്. കായനോട് ചോദിച്ചപ്പോൾ എന്താണ് നീ ചെയ്തതെന്നാണ് ചോദിച്ചത്. കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ഉടമ്പടി ആത്യന്തികമായ അനുഗ്രഹം പ്രാപിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാപിക്കാൻ, നിൻ്റെ ഇൻ്റർവ്യൂവിന്, നിൻ്റെ ടെസ്റ്റിന്, നിൻ്റെ നൈപുണ്യ പരീക്ഷയ്ക്ക്, രജിസ്റ്റർ കച്ചേരിയിൽ, കോടതിയിലെല്ലാം വരികയല്ലേ അമ്മ, ബൈ പേഴ്സൺ. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ദൈവവചനപ്രകാരം അഹങ്കാരം അവസാനിപ്പിച്ച് എളിമയോടെ വ്യാപരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് 10-20 വർഷങ്ങളായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത ചേച്ചിമാരൊക്കെ ആരാധനയ്ക്കിട്ട സന്ദേശം കൊണ്ട് കർത്താവ് ആ സമയത്ത് സുഖപ്പെടുത്തിയത് നിങ്ങൾ കേട്ടു. നിങ്ങളെയും അതുപോലെ ഈശോ സുഖപ്പെടുത്തുന്ന സമയമാണ്. ഇപ്പോഴും മൂക്കിൽ നിന്ന് എപ്പോഴും ചൊറിഞ്ഞ വെള്ളം വരും, ചൊറിയണ വെള്ളം വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇടത് മൂക്കിൻ്റെ ദൂരത്തു നിന്ന് ചൊറിയണ വെള്ളം വരും. ചില സമയത്ത് വലത് മൂക്കിൽ നിന്നും തുള്ളി കുത്തിയത് വരും. തലക്കൊണ്ടാകുന്ന കേടായാലും ഈശോ ആ വ്യക്തിയെ ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ചൂട് ഹല്ലേലൂയ. സുഖപ്പെടുത്തുന്ന ദൈവമേ, ഞങ്ങളുടെ വേദനകളെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് നൽകുന്ന ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരസ് മുതൽ ഉള്ളംകാല് വരെയുള്ള ഓരോ രോഗങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ഇപ്പം നമ്മുടെ ഈശോയ്ക്ക് ഏൽപ്പിക്കുക. സാക്ഷ്യം പറയാൻ സഹായിക്കണമേ എന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരത്താൽ കിഡ്നി രോഗികളെ സ്പർശിക്കണമേ. അങ്ങനെ ആണിപ്പെടുതാർന്ന അത്ഭുതകരത്താൽ ഹൃദയ രോഗികളെ സ്പർശിക്കണമേ. കരൾ രോഗികളെ സ്പർശിക്കണമേ. അതിശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ കിഡ്നി രോഗികളെയും സ്പർശിച്ച് പ്രാർത്ഥിച്ച് യേശുവേ, സകല കിഡ്നി രോഗികളെയും
സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. എല്ലാ രോഗികളെയും കർത്താവെ അങ്ങ് സ്പർശിച്ച് സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. എല്ലാ രോഗികളെയും, എല്ലാ ലിവർ രോഗികളെയും കർത്താവെ ഈ സ്പർശിച്ച് സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ, ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ സെബസ്ത്യാനോസിനോട് നേർച്ച നേർന്നിട്ടുള്ള ചില രോഗികളുണ്ട്. അവർ കർത്താവ് ഈ സമയത്ത് സൗഖ്യപ്പെടുന്നതായിട്ട് ആന്തരികമായ ബോധ്യം കിട്ടിയിട്ടുണ്ട്. കൂടാതെ വാരിപ്പറ്റ്, ബാക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പുറകിലുള്ള വാരിപ്പറ്റുകളിലെ അസ്ഥികൾക്ക് ബലക്ഷയം, അത് പൊട്ടിപ്പോകുമോ ദ്രവിച്ചു പോകുമോ ഉറഞ്ഞിരിക്കുകയാണോ എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥകൾ. ചില സമയത്ത് വായിൽ നിന്ന് ബാഡ് സ്മെല്ല് വരും. അപ്പോൾ അതും പതിരയുമായിട്ട് കുറേ ബന്ധമുള്ളതാണ്. പൊട്ടയായുള്ള പതിരകൾ, അതാണ് ഈ വായിൽ നിന്ന് ബാഡ് സ്മെല്ല് വരണത്. സാധാരണ ബാഡ് സ്മെല്ല് വരണത് വയറിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഇതല്ല, ഇത് പതിരയ്ക്ക് കുഴപ്പങ്ങളുള്ള കാരണം അങ്ങനെ ബാഡ് സ്മെല്ല് വരുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഇത് കൂടാതെ അസ്ഥികളിലെ മാന്തി കഴിയുമ്പോൾ ചുമ്മാ ഇങ്ങനെ ചുവന്നുകൊണ്ട് വരും. നടു വിട്ടിരിക്കണ പോലെ തോന്നും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ തലയിൽ മിന്നിപ്പിടിക്കും, കണ്ണിൽ നിന്ന് പൂവിച്ച പോണവർ തോന്നും. വലത് കൈകൊണ്ട് അവർ ഒരത്തെ പിടിച്ചുകൊണ്ട് താങ്ങി നിൽക്കാൻ പറ്റത്തുള്ള ആ വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് പാടും. വലിയ സന്തോഷത്തോടെ കൈകളടിച്ച് പാടട്ടെ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വാദരോഗികളെ, വെരിക്കോസിന്റെ അസുഖമുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ. വിസർപ്പ രോഗികളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഈശോയെ, ആന്തരിക അവയവങ്ങൾക്ക് ക്യാൻസർ ഉള്ളവര്, രക്തസ്രാവക്കാര്, സിസ്റ്റുള്ളവര്, മുഴകളുള്ളവര് യേശു നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, തളർന്ന കൈകള്, അതായത് തളർന്ന്, അത് പ്രത്യേകിച്ച് ഈ വലത് കൈയുടെ ചട്ടത്തിൻ്റെ മണി തൊട്ട് താഴേക്കുള്ള തളർന്ന കൈകൾ, നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഉയർത്താനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹൃദയത്തിന് ശ്വാസം മുട്ടും. കൈ ഉയർത്താൻ നോക്കിയാൽ, കൈ നേരെയാക്കാൻ നോക്കിയാൽ എന്തോ ഒരു പിടുത്തം ഹൃദയത്തിൽ തോന്നും. ആ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഓരോ മക്കളുടെയും രോഗങ്ങൾ അറിഞ്ഞുകൊണ്ട് സൗഖ്യം വെളിപ്പെടുത്തുന്ന ദൈവമേ, അങ്ങേക്ക് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില ചുട്ട സാധനങ്ങൾ കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ പറയാറില്ല. ഇത് റെയർ കേസാണ്. ഒരു പക്ഷേ 10,000 പേർക്ക് വരുന്ന രോഗങ്ങളായിരിക്കാം. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യദായകനായ യേശുവേ, അനുഗ്രഹിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കല്യാണം തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വസ്തു വിൽപ്പനയുള്ളവരെ, വീടില്ലാത്തവരെ,
പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷ എഴുതുന്നവർ, SSLC എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന മക്കൾ, എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് ജോലി ഇല്ലാത്തവർ, ഇൻ്റർവ്യൂ ടെസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കർത്താവേ 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 കർത്താവെ സ്പർശിക്കണം. കർത്താവേ മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ. കർത്താവേ മക്കളില്ലാത്തവരെ സ്പർശിക്കണം. കർത്താവേ തടസ്സങ്ങൾ, പോലീസ് വഴക്കുകൾ, പോലീസ് കേസുകൾ, അതിർത്തി തർക്കങ്ങൾ, കർത്താവേ കോടതി കേസുകൾ, യാത്രകൾ, ഇൻ്റർവ്യൂ ടെസ്റ്റ്, റീവാലുവേഷൻ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, സാമ്പത്തിക കടങ്ങൾ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, IELTS പോലെയുള്ള യോഗ്യതാ പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റിന്, അതുപോലെ തന്നെ റീവാലുവേഷന് കൊടുത്തിട്ടുള്ളവർ, കോടതി കേസുകൾ, തർക്കങ്ങൾ, ഭാഗോടമ്പടി നടക്കാത്തവർ, അകലങ്ങളിലേക്കും വിദൂരങ്ങളിലേക്കും അന്യരാജ്യങ്ങളിലേക്കും ജോലിക്ക് യാത്ര നിശ്ചയിച്ചിരിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള പേപ്പർ, വിസ പ്രോസസ്സിങ്, എംബസി, എമിഗ്രേഷൻ, PR, അതിനോട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തിയുടെ കർത്താവിൻ്റെ ശക്തിയുടെ നമ്മുടെ മധ്യസ്ഥത നിറയട്ടെ. നിത്യവരുമാനം നഷ്ടപ്പെട്ടവരെ, കുടുംബത്തിലെ വരുമാന മാർഗമുള്ളവർ കുടുംബത്തിൽ നിന്ന് അകന്നു പോകുകയോ സ്ഥിരമായി സഹായിച്ചുകൊണ്ടിരുന്നവരെ ഇപ്പോൾ സഹായിക്കാതെ ഇരിക്കുകയോ ചെയ്യുന്നവരെ, വല്ല പാരയും സൂചിയൊക്കെ നാട്ടുകാരെ വട്ടം ചവിട്ടിയിട്ട് വീട്ടുകാർ വേറെ രീതിയിൽ വെച്ചിട്ട് നമ്മുടെ വരുമാന മാർഗം മുട്ടിപ്പോകുമ്പോൾ മുട്ടിച്ച് കളഞ്ഞവരോട് നീ വൈരാഗ്യം തോന്നരുത്. ദൈവം മുട്ടിക്കാതെ ആർക്കും നമ്മളെ മുട്ടിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി. അല്ല അവരങ്ങനെ യക്ഷണപ്പെടുത്തിയതാണ് നമുക്ക് പൈസ തരാത്തതെന്നും പറയണ്ട. എല്ലാവരെയും ക്ഷമിക്കാൻ പറഞ്ഞിരിക്കുക. കാര്യം ദൈവത്തെ മാത്രം ആശ്രയിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ദൈവം മുട്ടിക്കുമ്പോൾ മാത്രമേ നമ്മൾ മുട്ടിപ്പോകത്തുള്ളൂ. നാട്ടുകാരെ മുട്ടിച്ചാൽ മുട്ടിപ്പോകത്തില്ല. കർത്താവിൻ്റെ രക്ഷത്തോടെ വരുമാന മാർഗങ്ങൾ, പുതിയ ചിലവുകൾ വന്നപ്പോൾ പുതിയ വരുമാന മാർഗങ്ങളില്ലാതെ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയിരുന്നെങ്കിലെന്ന് ചിന്തിക്കുന്നവർ, കടയായാലും ശരി, ജോലി ആയാലും ശരി, വീടിനടുത്ത് ജോലി കിട്ടിയാൽ മാത്രമേ ചിലർക്ക് കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ആ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മറ്റകലങ്ങളിൽ ജോലി ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും വീടിൻ്റെ അടുത്ത് തന്നെ ജോലി കിട്ടണം, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണം. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും വ്യാപാരങ്ങളോ വ്യവസായങ്ങളോ ഏജൻസികളോ മറ്റു വരുമാന മാർഗ്ഗങ്ങൾ, സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കാനും വരുമാന മാർഗ്ഗം കൂടാൻ വേണ്ടി ശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ അവിടുത്തെ കരുണ ചൊരിയണമേ കർത്താവേ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഡേറ്റുകൾ ഇട്ടിരിക്കുന്നവർ കൃപാസനത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്നാണ് സമയത്തിന് മേലുള്ള അമ്മയുടെ അധികാരം. സമയഘടികാരം നെഞ്ചി ചാർത്തിയ അമ്മ എല്ലാ പ്രാർത്ഥനകളും സമയത്തിന് വലിയ പ്രാധാന്യമാണ്. അമ്മ ഒരു സമയം നിശ്ചയിച്ചാൽ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിൻ്റെ ജോലി സമയം നിൻ്റെ തീയതികളെല്ലാം നീ മനസ്സിൽ കോർക്കുക. നിനക്ക് സങ്കടപ്പെടുന്ന തീയതികളുണ്ടാകാം, സന്തോഷിപ്പിക്കുന്ന തീയതികളുണ്ടാകാം. പൈസ ഇങ്ങോട്ട് കിട്ടാനുള്ളതാണെങ്കിൽ സന്തോഷിപ്പിക്കുന്ന തീയതിയാണ്. ജോലിക്ക് ഹാജരാകാനുള്ളതാണെങ്കിൽ സന്തോഷിപ്പിക്കുന്ന തീയതിയാണ്. കോടതി ഹാജരാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുത്തുന്ന തീയതിയാണ്. പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറയുന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുന്ന തീയതിയാണ്. കാശാറിന് കൊടുക്കാനുണ്ടെങ്കിൽ അത് സങ്കടപ്പെടുന്ന തീയതിയാണ്. ദൈവവേദനെ സങ്കടപ്പെടുന്ന തീയതികളെ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. ദൈവവേദനെ സന്തോഷിപ്പിക്കുന്ന തീയതികളെ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. അതിശക്തമായ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചകളുടെ മേൽ ഞങ്ങൾ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി. കർത്താവേ, ഞങ്ങളുടെ ജീവിത വിഷയങ്ങളുടെ മേൽ കർത്താവേ ഞങ്ങൾ അനുഗ്രഹിച്ചു. എല്ലാ വിഷമതകളും ശ്രദ്ധിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച ദൈവമേ സ്തോത്രം കർത്താവേ.
യേശുവേ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും